ഞാനിപ്പോൾ ഉള്ളത് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കാൽച്ചാമന്തി പുതിയെടുത്ത് ഫുഡ് യൂണിറ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പൊ ഇവിടെ പാക്കിംഗ് ആണ് നടക്കുന്നുള്ളത്. ഇത് ഇറച്ചി മസാല കൂട്ടാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചു നോക്കാം. ചമ്മന്തിപ്പൊടി, ഇത് തേങ്ങ വറുത്തിട്ട് അതിൽ ചെമ്മീൻ, കറിവേപ്പില്, പിന്നെ പുളി അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് ഇറച്ചി മസാലയാണ്. ഇതിന്റെ കൂട്ട് ഇത് ഇറച്ചി മസാല. എല്ലാ ഇറച്ചിക്കും 1 കിലോ ഇറച്ചിക്ക് ഇത് 100 ഗ്രാം എല്ലാ ഇറച്ചിക്കും ഇടാം. പിന്നെ മുട്ടക്കറി, പിന്നെ മസാലക്കറി എന്നെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് തേങ്ങയും പിന്നെ എല്ലാ കൂട്ടും ഉപയോഗിച്ചിട്ട് വറുത്തിട്ട് അരക്കുന്ന സാമ്പാർ. ഇതിലൊന്നും കൂട്ടണ്ട, കഷ്ണം വേവിച്ചിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കേ വേണ്ടു. ബാക്കിയെല്ലാം ഇതിലുണ്ട്. വിശദീകരിക്കാമോ? ഈ യൂണിറ്റ് ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഈ MSME കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും MSME ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 2 വർഷത്തോളമായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു ഇറച്ചി മസാല കൂട്ടാണ്. ഇതിൽ മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജീരകം ഇതെല്ലാം കൂട്ടിയിട്ട് വറുത്തിട്ട് അരച്ചെടുക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു കിലോ ഇറച്ചി, ഏത് ഇറച്ചിയായാലും അറിയാം. 1 കിലോ ഇറച്ചിക്ക് ഇത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി കൂട്ടിയിട്ട് പേസ്റ്റാക്കിയതിന് ശേഷം ഇറച്ചി ഇടുമ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ വേവിച്ചെടുത്താൽ വേറെ ഒരു അറിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാം, കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ 5 മുട്ടക്കറി വെക്കണമെങ്കിൽ ഇതിൽ 2 സ്പൂൺ ഉണ്ടായിരുന്നു. വേറെ സാധനം ഉണ്ടാക്കണ്ട. പിന്നെ ഇത് സാമ്പാറിൻ്റെ അരവാണ്. ഇതിന് എറിഞ്ഞ് പിന്നെ തേങ്ങ, മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്, വെളുത്തുള്ളി, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, പുളി ഇതെല്ലാം കൂട്ടിയിട്ട് വറുത്തരച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു 15 ആക്കുള്ളൊരു സാമ്പാറിൻ്റെ കൂട്ടാണ്. ഇത് 100 ഗ്രാം. ഇത് കഷ്ണങ്ങളിൽ ഉപയോഗിച്ചിട്ട് ഇത് അതിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ മീൻ മസാല കൂട്ടുണ്ട്. ഇത് മീൻ മസാല കൂട്ടല്ലേ താഴെ വന്നിട്ടുണ്ട്. ഇറച്ചിയാണ്. ഇത് തേങ്ങ ഇപ്പോൾ നമ്മൾ പല സാമ്പാറോ കാര്യങ്ങളിലും വെക്കണമെങ്കിൽ ഇറച്ചിക്കറി വെക്കണമെങ്കിൽ തേങ്ങ ഇറക്കില്ല. ഇപ്പോൾ ഇത് വറുത്തരച്ച തേങ്ങയാണ്. ഇത് 100 ഗ്രാം വറുത്തരച്ച തേങ്ങ. ഒരു 10-20 ആക്കുള്ള കറിക്ക് ഒരു ഗ്രാമിൻ്റെ പാക്കറ്റ് മതി. ഇതിൻ്റെ പ്രശ്നം. ഇത് മീൻ മസാല കൂട്ടാണ്. ഇത് 1 കിലോ മീൻ ഈ ഒരു അരമുറി ചേർത്താൽ മതി. വേറെ മസാല എന്തെങ്കിലും. ഇതിൻ്റെ പ്രത്യേകതയിൽ ഇത് തന്നെ വറുത്തരച്ചിട്ടുണ്ടാക്കുന്ന കൂട്ടാണ്. എല്ലാം വറുത്തരച്ചിട്ട്. കാരണം നമ്മൾക്കത് കറിയിലെ ഡയറക്റ്റ് കറി വെക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതമല്ലേ. ഈ ചമ്മന്തി പൊടിയാണ്. ഈ തേങ്ങ ചമ്മന്തി എന്ന് പറയും. ഈ തേങ്ങയും മുളക് മറ്റുള്ളെങ്കിൽ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിപ്പൊടി. ഇത് വെജിയാണ്, നോണല്ല. ഇത് മാസിൻ്റെ ചമ്മന്തിപ്പൊടി. മാസല്ലേ ഈ ചൂരാവിലിയായിട്ട് എല്ലാ കടയിലാണ് മാസിൻ്റെ ചമ്മന്തിപ്പൊടിയാണ്. ഇത് മാസ് തേങ്ങ, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് അച്ചാർ എങ്ങനെയെല്ലാം കൂട്ടുന്നത് അതുപോലെ തന്നെ ഇത് കഴിക്കാം. അതിൽ പറഞ്ഞ് ചെയ്യേണ്ട എല്ലാം റെഡി ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് പുറത്തേക്ക് നമുക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇതേപോലെ ചെമ്മീൻ, തേങ്ങ, മുളക് ഇതെല്ലാം കൂട്ടിയെടുത്തിട്ട് ചേർത്തിൽ വറുത്തെടുത്ത് പൊടിച്ചെടുക്കുന്നു. ഇത് പുറത്തുള്ളവർക്കെല്ലാം പുറത്തേക്കെല്ലാം നല്ലതായിട്ട് ഓർഡർ പോകുന്ന സാധനമാണ്. പിന്നെ അതുകൂടാതെ നമ്മളടുത്ത് പച്ച തേങ്ങ അരച്ചത് കൊടുക്കും, തേങ്ങ ചെരുവി കൊടുക്കും. അത് പിന്നെ തേങ്ങ വറുത്ത് കൊടുക്കും, തേങ്ങ വറുത്ത് അരച്ച് കൊടുക്കും. മുളക് പൊടി, മല്ലി, കുരുമുളക് എല്ലാം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഓട്ടം വരുന്നുണ്ട്. തേങ്ങാപ്പാലുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് അത്യാവശ്യം ഓർഡറെല്ലാം ഞങ്ങളെല്ലാം ഒരു 2-3 കിലോമീറ്ററിൻ്റെ അകത്തുള്ളതെല്ലാം ഞങ്ങൾ ഓർഡർ പിടിച്ചാൽ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. പുറത്തേക്കുള്ള ഓർഡറെല്ലാം ഇപ്പോൾ മുൻകൂട്ടി ഓർഡർ ഉണ്ടെങ്കിൽ നല്ല ഓർഡർ പുറത്തേക്ക് അയച്ചും കൊടുക്കുന്നുണ്ട്.
ഈ മെഷീനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇത് നമ്മൾക്ക് എല്ലാം വറുക്കാൻ ഉപയോഗിക്കുന്നതാണ്. തേങ്ങ, മല്ലി, മുളക് എല്ലാം ഇതിൽ നിന്നാണ് നമ്മളെല്ലാം വറുത്തെടുക്കുന്നത്. അടുത്ത അരിയായാലും ഗോതമ്പായാലും എല്ലാം ഇത് വറുത്തെടുക്കും. തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുന്നതാണ്. ഓക്കെ, ഈ മെഷീന്റെ വർക്ക് എന്താണ്? ഇത് നമ്മൾ അതിൽ നിന്ന് വറുത്തെടുത്ത് കൊണ്ടുവന്ന് പിന്നെ മസാല കൂട്ടി ഇതിൽ വെച്ചിട്ട് അരച്ചെടുക്കും. ഇതിലായി നന്നായിട്ട് അരിഞ്ഞു കിട്ടും. അരച്ചെടുത്തിട്ട് ഈ മെഷീനിൽ ഇട്ടിട്ട് ഇതിൽ നിന്ന് കവർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഫില്ല് ചെയ്ത് തരും. 100 ഗ്രാം, 1 കിലോ, 1 കിലോ വരെയുള്ള ഇതിൽ പിടിച്ചു കൊടുത്താൽ ഫില്ലായി വരും. അത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഗോതമ്പ് തരിയാക്കുന്ന മെഷീനാണ്. ഗോതമ്പ് നമ്മൾ റവയാക്കില്ലേ, സ്കൂളിലെല്ലാം റവ ഇട്ടില്ല, റവ ഉണ്ടാക്കുന്ന മെഷീനാണ്. റവ ഉണ്ടാക്കുക, നെല്ലിൻ്റെ എല്ലാം തവിട് കളഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഗോതമ്പിന് ചുഴിയെല്ലാം നെല്ല് പച്ച നെല്ല് പൊങ്ങിയ നെല്ലെല്ലാം ഇതിൽ പിടിച്ചു കൊടുക്കും. മല്ലിയെല്ലാം പൊടിക്കുന്ന ഒരു മെഷീനാണ്. മല്ലി, അരി, ഗോതമ്പ് ഇതെല്ലാം പൊടിച്ചെടുക്കുന്ന മെഷീൻ. ഇത് മുളക് പൊടിക്കുന്നത്. ഇപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ള ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.